എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രാധിക സതീശൻ. ഞാൻ വൈദ്യരത്ന ആയുർവേദ കോളേജിൽ സ്ത്രീരോഗ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മുലയൂട്ടലിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഓഗസ്റ്റ് 1 മുതൽ 7 വരെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ടാണ് പറഞ്ഞു വരുന്നത്. അതായത് ലോക മുലയൂട്ടൽ ദിനമായിട്ട് ആചരിച്ചു വരികയാണ്, വാരമായിട്ട് ആചരിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മുലയൂട്ടലിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം, ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു സ്ത്രീയുടെ ലൈഫിൽ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുട്ടിയായിട്ടുള്ളൊരു ആത്മബന്ധം വളരെയധികം ഉണ്ടാവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഈ ബ്രസ്റ്റ് മിൽക്കിൽ ഒരുപാട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതായത് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും നന്നാവാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ പല സ്ത്രീകളും വന്ന് പറയാറുണ്ട്, അതായത് ആദ്യത്തെ വരുന്ന ഒരു യെല്ലോ കളർ ഫ്ലൂയിഡ്, അതായത് കൊളസ്ട്രം എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് എപ്പോഴും കളഞ്ഞ് നല്ല പാലാണ് ഞാൻ കൊടുക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാരണം വെച്ചാൽ ഈ കൊളസ്ട്രം എന്ന് പറയുന്ന ആ ഒരു യെല്ലോ കളർ ഫ്ലൂയിഡിൽ ഒരുപാട് ഇമ്മ്യൂണോഗ്ലോബുലിൻസും, അതായത് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരുപാട് ഘടകങ്ങളും അതേപോലെ തന്നെ വിറ്റാമിൻസ്, മിനറൽസ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആദ്യത്തെ ആ ഒരു കൊളസ്ട്രം എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഒരിക്കലും കളയരുത്, അത് കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ബ്രസ്റ്റിൽ നിന്ന് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മൾ ഓരോ ബ്രസ്റ്റിൽ നിന്നും ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലാച്ചിങ് എന്ന് പറയും. ലാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്കറിയാം, മുലകളിൽ ഉണ്ടാവുന്ന മുലക്കണ്ണുകൾ, അതായത് ബ്ലാക്കിഷ് കളർ ഏരിയോള എന്ന് പറയുന്ന ഒരു നിപ്പിളിന്റെ തൊട്ട് സൈഡിൽ കാണുന്ന ഏരിയോള, ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് കുട്ടിയുടെ വായയുടെ അകത്തേക്ക് വെച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് അവർക്ക് നന്നായിട്ട് സക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതാണ് ലാച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾ നല്ല രീതിയിൽ വലിച്ചു കുടിച്ചില്ലെങ്കിൽ നമുക്ക് അമ്മമാർക്ക് പാല് ഉണ്ടാവാനുള്ള ശേഷി വളരെയധികം കുറയും. അപ്പം അതുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് കുടിപ്പിക്കണം, എന്നാൽ മാത്രമാണ് അമ്മമാർക്ക് പാലുണ്ടാവുള്ളൂ. പിന്നെ നമുക്കറിയാം, ഒരു നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 to 3 days എടുക്കും പാലൊന്ന് ആയി വരാനായിട്ട്. അതേപോലെ സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ നമുക്കൊരു ഒരാഴ്ച, ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ എടുക്കും നമുക്ക് പാല് വരാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും സമയം നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കൊളസ്ട്രം അല്ലെങ്കിൽ ഒരു യെല്ലോഷ് ഫ്ലൂയിഡ് നമുക്ക് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക്. ഓക്കെ. പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ബ്രസ്റ്റ് എല്ലാം സാഗ് ചെയ്യുമോ എന്നുള്ളത്, അതായത് തൂങ്ങി നിൽക്കുമോ എന്നുള്ളൊരു വലിയൊരു പേടി ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾക്കുണ്ട്. കുറേ പേര് വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായിട്ടുള്ള സൈസ്, അതായത് നമ്മൾക്ക് പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം നമ്മൾക്ക് സൈസ് വളരെയധികം ചേഞ്ച് വരും. അപ്പോൾ ആ സൈസിനുള്ള കറക്റ്റ് സൈസിനുള്ള ബ്രാ നമ്മൾ മേടിച്ചിട്ട് അത് യൂസ് ചെയ്യേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് നന്നാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഉണ്ടായ ബ്രസ്റ്റ് മിൽക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഭക്ഷണങ്ങളിൽ നമുക്ക് എപ്പോഴും ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്, കടല മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് കടല കൊണ്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നമുക്ക് സോയ നല്ലതാണ്. പിന്നെ മത്തി, മീൻ നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതാണ്. അത് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇല കർക്കിടക മാസത്തിൽ ഒഴിവാക്കണം, എന്നാലും ബാക്കിയുള്ള സമയത്ത് മുരിങ്ങയുടെ ഇല നമ്മളെടുത്ത് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ചൂട് കഞ്ഞിയിലേക്ക് അത് മുരിങ്ങയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ ചൂടുകൊണ്ട് അത് വാടിക്കിട്ടും. എന്നിട്ട് ആ കഞ്ഞിയോട് കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനായിട്ട് ഉദ്ദേശിച്ചത്. താങ്ക് യു.